ട്രംപിന് പുടിന്റെ കടുത്ത മുന്നറിയിപ്പ്. ഇറാനെ ഒറ്റപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല. റഷ്യൻ രാഷ്ട്രീയത്തിലും സൈനിക രംഗത്തും നിലനിൽക്കുന്ന ആശങ്കയ്ക്കിടയിൽ പുതിയൊരു സൈനിക സമാഹരണത്തിനുള്ള പദ്ധതികളൊന്നുമില്ലെന്ന് മോസ്കോ വ്യക്തമാക്കിയിരിക്കുകയാണ്. രാജ്യത്ത് നടക്കാനിരിക്കുന്ന സ്റ്റേറ്റ് ദുമ തിരഞ്ഞെടുപ്പിന് ശേഷം വൻതോതിൽ സൈനികരെ റിക്രൂട്ട് ചെയ്യുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് റഷ്യൻ ഭരണകൂടം രംഗത്തു വന്നിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസിൽ സംസാരിക്കവെയാണ് റഷ്യൻ പ്രതിനിധി വാസിൻ നെബൻസിയ ഈ വിഷയത്തിൽ ഔദ്യോഗിക വിശദീകരണം നൽകിയത്. മാധ്യമങ്ങളിലും മറ്റ് അന്താരാഷ്ട്ര കോണുകളിലും പ്രചരിക്കുന്ന ഇത്തരം വാർത്തകൾക്ക് യാതൊരു യാഥാർത്ഥ്യവുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. വരും ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് സൈനികരെ പുതിയതായി രംഗത്തിറക്കുമെന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങളെ മോസ്കോ ശക്തമായി എതിർക്കുന്നു. നിലവിലുള്ള സൈനിക ബലവും വിന്യാസവും കൊണ്ട് തന്നെ രാജ്യത്തിന്റെ സുരക്ഷാ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഔദ്യോഗിക നിലപാട്. റഷ്യൻ പാർലമെന്ററി തിരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ ലക്ഷക്കണക്കിന് പുതിയ സൈനികരെ റഷ്യ അണിനിരത്തിയേക്കാമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഈ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് റഷ്യൻ പ്രതിനിധിയുടെ പുതിയ പ്രതിരോധം വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്ത് ആഭ്യന്തര അസ്ഥിരതയും ഭീതിയും പരത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എതിരാളികൾ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ അയച്ചുവിടുന്നത് എന്ന് മോസ്കോ കുറ്റപ്പെടുത്തുന്നു. ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അവർ ആരോപിച്ചു. രാജ്യം നിലവിൽ കടന്നുപോകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെയും തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിവരയുദ്ധത്തിന്റെ ഭാഗമാണ് ഈ അഭ്യൂഹങ്ങളെന്ന് റഷ്യൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പുതിയ ഉപരോധ ഭീഷണികളെക്കുറിച്ചും നെബൻസിയ സംസാരിച്ചു. ഇറാനുമായി ബന്ധപ്പെടുത്തി റഷ്യയ്ക്ക് മേൽ ചുമത്താൻ സാധ്യതയുള്ള പുതിയ സാമ്പത്തിക ഉപരോധങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായി മറുപടി നൽകി. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങളെ വിജയകരമായി അതിജീവിക്കാനും അതിനോട് പൊരുത്തപ്പെടാനും റഷ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പുതിയ ഉപരോധങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കില്ലെന്ന നിലപാടിലാണ് മോസ്കോ. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളെ മറികടക്കാൻ റഷ്യ ഇതിനോടകം തന്നെ ഇതര വ്യാപാര മാർഗങ്ങളും നയങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. അതിനാൽ ഇത്തരം ഭീഷണികൾ തങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. ആഗോള രാഷ്ട്രീയ രംഗത്ത് റഷ്യയും പടിഞ്ഞാറൻ ശക്തികളും തമ്മിലുള്ള ഉരസലുകൾ തുടരുന്നതിനിടയിലാണ് ഐക്യരാഷ്ട്രസഭയിലെ ഈ വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുള്ളത്. ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഈ സംഭവങ്ങൾ കാണിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയുടെ സാമ്പത്തിക നയങ്ങളെയും സൈനിക നീക്കങ്ങളെയും കുറിച്ച് നിലനിൽക്കുന്ന ആശങ്കകൾ ദൂരീകരിക്കുക എന്ന ലക്ഷ്യവും ഈ പ്രതികരണത്തിന് പിന്നിലുണ്ട്. മാധ്യമങ്ങളിലെ ഊഹാപോഹങ്ങൾക്ക് വിരാമമിടാൻ ഔദ്യോഗിക പ്രതിസന്ധികളുടെ വാക്കുകൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഉക്രൈൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ റഷ്യയുടെ അടുത്ത നീക്കങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിരീക്ഷണം ശക്തമാണ്. ഇത്തരം ഔദ്യോഗിക പ്രസ്താവനകൾ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകുന്നുണ്ട്. ഇറാനുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചുവരുന്ന നയതന്ത്ര സൈനിക സഹകരണങ്ങൾ അമേരിക്കയും സഖ്യകക്ഷികളും ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ഉപരോധ മുന്നറിയിപ്പുകളെ റഷ്യ അവഗണിക്കുന്നത് ഇരുപക്ഷവും തമ്മിലുള്ള അകലം വീണ്ടും വർദ്ധിപ്പിക്കും. രാജ്യത്തിനകത്തെ രാഷ്ട്രീയ സ്ഥിരത ഉറപ്പുവരുത്താനും ജനങ്ങളുടെ മനസ്സിൽ ഭീതി ഉണ്ടാകാതിരിക്കാനും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നിഷേധങ്ങൾ അത്യന്താപേക്ഷിതമാണ്. സൈനിക സമാഹരണമില്ലെന്ന പ്രസ്താവന ആഭ്യന്തര തലത്തിൽ വലിയ ആശ്വാസം നൽകിയിട്ടുണ്ട്. ആഗോള സാമ്പത്തിക ഉപരോധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ റഷ്യ സ്വീകരിക്കുന്ന പ്രതിരോധ തന്ത്രങ്ങളുടെ തെളിവാണ് നെബൻസിയയുടെ പ്രസ്താവനകൾ. ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന ശക്തമായ സന്ദേശമാണ് മോസ്കോ ഇതിലൂടെ നൽകുന്നത്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും ഉക്രൈൻ സംഘർഷത്തിലും ഈ സംഭവവികാസങ്ങൾ എന്ത് ചലനങ്ങളാണ് ഉണ്ടാക്കുക എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. നയതന്ത്ര തലത്തിലെ ഈ വാദപ്രതിവാദങ്ങൾ അന്താരാഷ്ട്ര രംഗത്തെ സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാനേ ഉപകരിക്കൂ.